നമസ്കാരം. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. പാകിസ്ഥാന് താക്കീത് നൽകിക്കൊണ്ട് രാജ്യസുരക്ഷ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു നിർണായക നീക്കം എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാന ചില വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നത്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മറുപടിയായി ഇന്ത്യൻ സായുധ സേന നടത്തിയ നിർണായക സൈനിക നടപടി. ഭീകരതയുടെ ഗുരുക്കന്മാർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ശിക്ഷയാണ് ഈ ഓപ്പറേഷനിലൂടെ നമ്മുടെ ഇന്ത്യൻ സൈന്യം നൽകിയത്. പ്രസംഗത്തിലെ ചില പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഭീകരരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ ഒരുപോലെയാണ് കാണുന്നത്. ഭാവിയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ ഇന്ത്യൻ സൈന്യം ഇനിയും കടുത്ത തീരുമാനങ്ങൾ എടുക്കും. 100 കണക്കിന് കിലോമീറ്ററുകൾ ശത്രുവിന്റെ മണ്ണിലേക്ക് കടന്നു കയറി ഭീകര ക്യാമ്പുകൾ തകർത്തു. ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. തന്ത്രവും ലക്ഷ്യവും സമയവും തീരുമാനിച്ചത് അവർ തന്നെയാണ്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സിന്ധു നദീജല കരാറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ പുതിയ നിലപാടാണ് വ്യക്തമാക്കുന്നത്. നദിയിലെ വെള്ളത്തിന്മേൽ ഇന്ത്യക്കും കർഷകർക്കും പൂർണ്ണ അവകാശമുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി 2 സുപ്രധാന പ്രഖ്യാപനങ്ങളും നടത്തി. പുതിയ GST പരിഷ്കാരങ്ങൾ. ദീപാവലിയോടെ നടപ്പിലാകുന്ന ഈ പരിഷ്കാരം നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി ഇളവ് നൽകും. ഇത് നികുതി സംവിധാനം കൂടുതൽ ലളിതവും ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഈ ദീപാവലിക്ക് എല്ലാ ഇന്ത്യക്കാരെയും കാത്തിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോജ്ഗർ യോജന, യുവാക്കൾക്ക് വേണ്ടി 1 ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് 15,000 ധനസഹായം ലഭിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികൾക്ക് സർക്കാരിൽ നിന്നും പ്രോത്സാഹന തുകയും ലഭിക്കും. ഏകദേശം 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും യുവജനങ്ങളുടെ ഭാവിക്കും പ്രാധാന്യം നൽകുന്ന ഒരു പ്രസംഗം തന്നെയായിരുന്നു ഇത്. സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഈ പ്രസംഗത്തിലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? തീർച്ചയായും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.